Hello everyone, myself Anne, second year MBBS student, MSc MC Adur. So this will be your first osteology topic on NORMA BASALIS. To start with, I'll be explaining this topic in two ways. That is, first I'll go through the important features in Malayalam. Then as a conclusion, everything will be said in English. So let's start. ഇതാണ് നോമ ബേസാലിസ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. ആസ് വി ഓൾ നോ, നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഈ ഹോൾ ബോഡി ബോൺസ് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതിലും ഡിഫിക്കൽട്ടാണ് നമ്മൾ ഈ ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക എന്നുള്ളത്. സോ ഞാൻ നിങ്ങളുടെ ലാസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമിനാണ് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുന്നത്. സോ ബാക്ക് ടു അവർ ടോപ്പിക്. ഇതാണ് നോമ ബേസാലിസ്. നോമ ബേസാലിസിന് മെയിനായിട്ടും 3 പാർട്സ് ഉണ്ട്. ആൻറ്റീരിയർ പാർട്ട്, മിഡിൽ പാർട്ട് ആൻഡ് പോസ്റ്റീരിയർ പാർട്ട്. ആൻറ്റീരിയർ പാർട്ടിൽ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. വൺ ഇസ് ആൽവിയോളർ ആർച്ച്, സെക്കൻഡ് ഇൻസിസീവ് ഫൊറാമൻ ആൻഡ് ദ തേർഡ് വൺ ഇസ് ക്രൂഷിയേറ്റ് സ്യൂച്ചർ. ആൽവിയോളർ ആർച്ചിൽ നമുക്ക് ഒരുപാട് സോക്കറ്റ്സ് കാണാൻ പറ്റും. ഈ സോക്കറ്റ്സിലാണ് നമ്മുടെ ടീത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻസിസീവ് ഫൊറാമൻ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ഇൻസിസീവ് ടീത്തിൻ്റെ ബാക്കിലായിട്ട് കാണുന്നതാണ് ഇൻസിസീവ് ഫൊറാമൻ. ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നേസോ പാലറ്റൈൻ നെർവാണ്. ആൻഡ് ഇതാണ് ക്രൂഷിയേറ്റ് സ്യൂച്ചർ. ഫ്രം ഹിയർ ടു ഹിയർ ഇതിനെ പറയുന്നത് ഇൻ്റർ മാക്സിലറി സ്യൂച്ചർ ആൻഡ് ഫ്രം ഹിയർ ടു ഹിയർ ഇറ്റ് ഈസ് കോൾഡ് ഇൻ്റർ പാലറ്റൈൻ സ്യൂച്ചർ. ഈ സ്യൂച്ചറിനെ പറയുന്നതാണ് പാലറ്റോ മാക്സിലറി സ്യൂച്ചർ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ദിസ് തിങ്. ഇതാണ് പോസ്റ്റീരിയർ ബോർഡർ ഓഫ് വോമർ. ഇതിനെയാണ് നമ്മൾ പോസ്റ്റീരിയർ ബോർഡർ ഓഫ് വോമർ എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ സ്ലോപ്പായിട്ട് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ആല ഓഫ് ദ നോസ് എന്ന് പറയുന്നത്. അഗൈൻ നമ്മൾ പറയുന്നത് ദിസ് വൺ. ഇതിനെയാണ് നമ്മൾ ലാറ്ററൽ ടെറിഗോയിഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മീഡിയൽ ടെറിഗോയിഡ് എന്ന് പറയുന്നത്. ലാറ്ററൽ ടെറിഗോയിഡിൻ്റെയും മീഡിയൽ ടെറിഗോയിഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ഫോസ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ടെറിഗോയിഡ് ഫോസ എന്ന് പറയുന്നത്. ഈ മീഡിയൽ ടെറിഗോയിഡിൻ്റെ ലോവർ പാർട്ടിൽ നമുക്കൊരു ട്രയാങ്കുലർ ഫോസ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ സ്കാഫോയിഡ് ഫോസ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബോഡി ഓഫ് ദി സ്പീനോയിഡ്. ഇതിൻ്റെ ഏത് സൈഡ്സിൽ നമുക്ക് 2 ഫൊറാമിൻ കാണാൻ പറ്റും. ദിസ് തിങ്, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദിസ് വൺ. ഇതാണ് ഫൊറാമിൻ ലസീറം. ഫൊറാമിൻ ലസീറത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നെർവ് ഓഫ് ടെറിഗോയിഡ് കനാലാണ്. നമുക്ക് ലസീറത്തിൻ്റെ അപ്പർ ലാറ്ററലായിട്ട് 2 ഫൊറാമിൻസ് കാണാൻ പറ്റും. ഒന്ന് ഫൊറാമിൻ ഒവേൽ, ദിസ് തിങ്, ഫൊറാമിൻ ഒവേൽ, ആൻഡ് ഫൊറാമിൻ സ്പൈനോസം, ദിസ് തിങ്, ദിസ് വൺ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഫൊറാമിൻ സ്പൈനോസത്തിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫൊറാമിൻ ഒവേൽ കാണാൻ പറ്റുക. ആസ് ദ നെയിം സജസ്റ്റ്, ഫൊറാമിൻ ഒവേൽ എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഫൊറാമിൻ ആണ്. അതിൻ്റെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് മെയിൽ സ്ട്രക്ചേഴ്സ് ആണ്. ദാറ്റ് ഈസ് മെയിൽ എന്ന് പറയുന്നത് കോഡാണ്. M ഫോർ മാൻഡിബുലർ നെർവ്, A ഫോർ ആക്സസറി മെനിഞ്ചൽ ആർട്ടറി, L ഫോർ ലെസർ പെട്രോസൽ നെർവ്, E ഫോർ എമിസറി വെയിൻ. അത് ഓർത്ത് വയ്ക്കുക. ആൻഡ് അഗൈൻ അബൌട്ട് ദ സ്പൈനോസം. സ്പൈനോസത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മിഡിൽ മെനിഞ്ചൽ ആർട്ടറി ആണ്. അപ്പോൾ നമ്മൾ 3 ഫൊറാമിൻസ് സെക്കൻഡ് പാർട്ടിൽ കവർ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ഒരു കനാലാണ്, ദിസ് വൺ. ഇതിനെയാണ് നമ്മൾ കരോട്ടിഡ് കനാൽ എന്ന് പറയുന്നത്. കരോട്ടിഡ് കനാലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. പിന്നെ നമ്മൾ പറയുന്നത് ഒരു ഫോസയാണ്. ഇതാണ് സൈഗോമാറ്റിക് ആർച്ച്. ഇത് വന്ന് എൻഡ് ചെയ്യുന്നത് ഒരു ഫോസയിലാണ്. ഈ ഫോസയുടെ പേരാണ് മാൻഡിബുലർ ഫോസ. ഹിയർ യു കൻ സീ. ഇതാണ് മാൻഡിബുലർ ഫോസ. ഇവിടെയാണ് ഹെഡ് ഓഫ് ദ മാൻഡിബിൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത്രയും ഫീച്ചേഴ്സാണ് സെക്കൻഡ് പാർട്ടിലുള്ളത്. 3 ഫൊറാമിൻസ്, പിന്നെ മാൻഡിബുലർ ഫോസ ആൻഡ് അഗെയിൻ കരോട്ടിഡ് കനാൽ. ആൻഡ് അബൌട്ട് ദ പോസ്റ്റീരിയർ പാർട്ട് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ദിസ് തിങ്, സ്റ്റൈലോയിഡ് പ്രോസസ്സ്. ഇതാണ് സ്റ്റൈലോയിഡ് പ്രോസസ്സ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് റൗണ്ട് ആൻഡ് പ്രൊജക്റ്റഡ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് മാസ്റ്റോയിഡ് പ്രോസസ്സ്. ഈ സ്റ്റൈലോയിഡിൻ്റെ മാസ്റ്റോയുടെ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ഫൊറാമിൻ കാണാൻ പറ്റും. ദിസ് വൺ. ഇതാണ് സ്റ്റൈലോമാസ്റ്റോയിഡ് ഫൊറാമിൻ. സ്റ്റൈലോമാസ്റ്റോയിഡ് ഫൊറാമിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 7th cranial nerve, that is facial nerve ആണ്.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജുഗുലാർ ഫൊറാമൻ ആണ്. നമ്മൾ ഇത് ഫ്രണ്ടിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫൊറാമൻ കാണാൻ പറ്റും. ഹിയർ ഇതാണ് ജുഗുലാർ ഫൊറാമൻ. ദിസ് ഇസ് ജുഗുലാർ ഫൊറാമൻ. ഡോണ്ട് കൺഫ്യൂസ്. ഈ ഫ്രണ്ടിൽ കാണുന്നതെന്ന് പറയുന്നത് കരോട്ടിഡ് കനാലാണ്. ദീസ് ടു തിങ്സ് ആർ കരോട്ടിഡ് കനാൽ. അതിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ജുഗുലാർ ഫൊറാമൻ കാണാൻ പറ്റുക. ഓക്കെ, ജുഗുലാർ ഫൊറാമൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 3 cranial nerves, ദാറ്റ് ഇസ് 9th, 10th, 11th cranial nerve, ഇന്റേർണൽ ജുഗുലാർ വെയിനുമാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫൊറാമൻ മാഗ്നം. ഫൊറാമൻ മാഗ്നത്തിൻ്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡ് വിത്ത് മെനിഞ്ചസ്, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനൽ ആർട്ടറീസ്, വെർട്ടിബ്രൽ ആർട്ടറീസ് ആൻഡ് സ്പൈനൽ റൂട്ട് ഓഫ് 11th cranial nerve. ഇതാണ് ഇതിൻ്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത്. ഇനി ദിസ് തിങ്, ഈ 2 ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഉണ്ടോ, ഇതാണ് ഓസിപിറ്റൽ കോണ്ടൈൽസ്. ഓക്കെ, ദിസ് തിങ് ഓസിപിറ്റൽ കോണ്ടൈൽ. ഇനി നമ്മൾ ടുവേർഡ്സ് ദ ബാക്ക് വി കൻ സീ ആ പ്രൊട്രൂബറൻസ്. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ഓസിപിറ്റൽ പ്രൊട്രൂബറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ക്ലിയർലി നമുക്കിവിടെ 2 ലൈൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫീരിയർ ന്യൂക്കൽ ലൈൻ. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്കൊരു ലൈൻ കാണാൻ പറ്റും. ദിസ് ഇസ് സുപ്പീരിയർ ന്യൂക്കൽ ലൈൻ. And towards here we can see highest nuchal line. Okay, so idana posterior features nu parayunnathu. So to our conclusion part, this is NORMA basalis, which contains 3 main parts: anterior part, middle part and posterior part. Anterior part mainly 3 features: alveolar arch, incisive foramen and cruciate suture. Alveolar arch, which contains many sockets into which a teeth is placed, and incisive foramen, which is found back of our upper incisive teeth, and the content is nasopalatine nerve. And this thing is a cruciate suture. From here to here it is called intermaxillary suture, and from here to here it is called interpalatine suture. And this lateral suture, it is called palatomaxillary suture. Then about the second part, we mainly said about the posterior border of vomer, then the ala of the nose, and then the 2 pterygoids, lateral pterygoid, medial pterygoid, and the fossa between lateral and medial pterygoid, it is called pterygoid fossa. Here also we can see medial pterygoid, lateral pterygoid, pterygoid fossa. And towards the lower part we can see a triangular shaped fossa. It is called scaphoid fossa. This is body of the sphenoid, and to the either side it contains 2 foramens. Irregular foramen, this is called foramen lacerum. The content of foramen lacerum is nerve of pterygoid canal. And to the upper lateral you can see 2 foramens, that is foramen ovale and foramen spinosum. Here you can see foramen ovale and adjacent foramen spinosum, a small thing. The content of foramen ovale is male structures: M for mandibular nerve, A for accessory meningeal artery, L for lesser petrosal nerve, E for emissary vein. And the content of foramen spinosum is middle meningeal artery. Then about the carotid canal. Carotid canal, the content is internal carotid artery. And then we can see mandibular fossa, into which the head of the mandible is attached. Next, about the posterior part, we'll start with the long and pointed styloid process and the round and projected mastoid process. Okay, mastoid process, and the foramen in between the styloid and the mastoid process, this is called stylomastoid foramen. Here also you can see stylomastoid foramen. The content of stylomastoid foramen is 7th cranial nerve, that is the facial nerve. Here you can see the jugular foramen. This is the jugular foramen. And the content of jugular foramen is 11th, 10th and 9th cranial nerve, and also internal jugular vein. This is foramen magnum. Its contents are spinal cord with meninges, anterior and posterior spinal arteries, vertebral arteries and spinal root of 11th cranial nerve. Okay. Next, about this articulating surface, this is occipital condyle, and then towards the back you can see
external occipital protuberance, okay, inferior nuchal line, superior nuchal line, and the highest nuchal line. So that's all about NORMA BASALIS.